രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും. അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. അമേഠിയിൽ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോർലാൽ ശർമ്മ സ്ഥാനാർത്ഥിയാകും. രാഹുൽ ഗാന്ധി ഉടൻ റായ്ബറേലിയിലേക്ക് പോകുമെന്നാണ് അറിയുന്നത്. എന്തായാലും കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ് AICC ഓഫീസിലും AICC നേതാക്കന്മാർക്കുമൊക്കെ വലിയ തലവേദന സൃഷ്ടിച്ച ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ഇതോടെ വയനാട് കൂടാതെ രണ്ടാമത്തെ മണ്ഡലമായി റായ്ബറേലി മാറുന്നു. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നു വിശദാംശങ്ങളുമായി. പറയൂ, എന്തായാലും അവസാനം ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിന് രാഹുൽ ഗാന്ധി വഴങ്ങുകയായിരുന്നു. വിവരങ്ങൾ. വയനാട് വിടാൻ അദ്ദേഹത്തിന് വൈകാരികമായ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹം റായ്ബറേലി തെരഞ്ഞെടുത്തു എന്ന വാർത്ത വരുന്നുണ്ട്. പറയൂ. SKN തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഒടുവിൽ വഴങ്ങിയിരിക്കുന്നത്. റായ്ബറേലിയിലും മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകും. അമേഠി മണ്ഡലത്തിൽ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനും പ്രാദേശിക നേതാവുമായ കിഷോരിലാൽ ശർമ്മയാണ് സ്ഥാനാർത്ഥി. ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും പേര് നിമിഷങ്ങൾ മുമ്പാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് തന്നെ റായ്ബറേലിയിലേക്ക് തിരിക്കും. അവിടെ വലിയ റാലിയായാണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി അനുഗമിക്കും. ഇതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്നലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു ഈ ഉത്തർപ്രദേശ് കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിച്ചിരുന്നത്. തുടർന്ന് അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചിത്രങ്ങൾ പതിച്ച പോസ്റ്ററുകളുമായി എത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് നേതൃത്വം ഇന്ന് ഘോഷയാത്രയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ആവശ്യമായ ഒരുക്കങ്ങൾ സ്വീകരിക്കാനും പോലീസിന്റെ അനുമതി ഉൾപ്പെടെ ഇതിനായി മുൻകൂറായി വാങ്ങാനുമുള്ള നിർദ്ദേശം പ്രാദേശിക നേതൃത്വത്തിന് നൽകിയിരുന്നു. 100ഓളം ബൈക്കുകളും മറ്റു വാഹനങ്ങളും പങ്കെടുക്കുന്ന വൻ റാലിയായി രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് തീരുമാനം. അമേഠിയിലും സമാനമായ ഒരുക്കങ്ങൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം നേതൃത്വം നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം SKN സൂചിപ്പിച്ചതുപോലെ വൈകാരികമായ ഒരു പ്രശ്നമായിരുന്നു നിലനിന്നിരുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാൻ തന്നെ കാരണമായതും അതുതന്നെയാണ്. അമേഠി റായ്ബറേലി എന്നുള്ളത് നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളാണ്. ഈ കുടുംബത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ തോറ്റ ചരിത്രം വളരെ അപൂർവമായി മാത്രമാണ് ഇരു മണ്ഡലങ്ങളിലും ഉള്ളത്. രാഹുൽ കഴിഞ്ഞ തവണ മത്സരിച്ച് സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടു എന്ന സാഹചര്യം നിലനിൽക്കെ മുൻകാലങ്ങളിൽ അത്തരത്തിലുള്ള സാഹചര്യം അപൂർവമായി മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈകാരികമായ അടുപ്പം അദ്ദേഹത്തിന് ഇരു മണ്ഡലങ്ങളോടുമുണ്ട്. ഒപ്പം തന്നെ വയനാടിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന് വൈകാരികമായ അടുപ്പം. ഒപ്പം അദ്ദേഹം ഈ റായ്ബറേലിയിലോ അമേഠിയിലോ മത്സരിച്ച് വിജയിച്ചാൽ ഏത് ഒഴിവാക്കും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായി മാറിയത്. ഈ കേരളത്തിലെ വയനാട് മണ്ഡലം ഒഴിവാക്കുകയാണെങ്കിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്ന ഒരു ഉപദേശം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതൊരു ആശയക്കുഴപ്പത്തിന് വഴിവെച്ചു. തുടർന്ന് എന്തായാലും അമേഠിയിൽ മത്സരിച്ചത് ഒഴിവാക്കി റായ്ബറേലിയിൽ സോണിയാഗാന്ധി 2004 മുതൽ മത്സരിച്ചു വിജയിച്ചു വരുന്ന മണ്ഡലമാണ് റായ്ബറേലി. അവിടെ മത്സരിക്കുകയാണെങ്കിൽ മാതാവിൻ്റെ മണ്ഡലമായ വൈകാരികമായ അടുപ്പം അതിനോടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാമെന്നും ആ ഒരു വിശദീകരണത്തിൽ പ്രവർത്തകർ തൃപ്തരാകും എന്നുമുള്ള ഒരു ഉപദേശം അദ്ദേഹത്തിന് ലഭിച്ചു. അത് അംഗീകരിച്ചുകൊണ്ടാണ് റായ്ബറേലിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. അതേസമയം പ്രിയങ്ക ഗാന്ധി ഇത്തവണയും മത്സരത്തിനില്ല എന്ന തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അത്തരത്തിൽ മത്സരിക്കുകയാണെങ്കിൽ കുടുംബ രാഷ്ട്രീയം എന്ന BJPയുടെ ആരോപണം ശരിവെക്കുന്നതിന് തുല്യമാകുമെന്നും പ്രചാരണത്തിൽ സജീവമായി തന്നെ ഇത്തവണയും പങ്കെടുക്കാമെന്നുള്ള തീരുമാനമാണ് പ്രിയങ്ക ഗാന്ധി സ്വീകരിച്ചത്. അതിൽ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും ഇന്ന് രാഹുൽ ഗാന്ധിക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഘോഷയാത്രയിൽ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കും. ഒപ്പം തന്നെ ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഉടൻ തന്നെ റായ്ബറേലിയിലേക്ക് തിരിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെ കാത്തു നിൽക്കേണ്ടി വന്നു കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ അമേഠിയിലും റായ്ബറേലിയിലും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ഈ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. കഴിഞ്ഞ തവണ സോണിയാഗാന്ധിക്കെതിരെ BJP സ്ഥാനാർത്ഥി തന്നെയാണ്
ഇത്തവണയും BJP നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം പ്രചരണം ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. BJPയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതുവരെ കാത്തു നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു എങ്കിൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് BJPയുടെ സ്ഥാനാർത്ഥിയെ, റായ്ബറേലി സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിച്ചത്. അമേഠിയിലാകട്ടെ സ്മൃതി ഇറാനി ഇത്തവണ നേരത്തെ മുതൽ തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. സജീവമായി തന്നെ പ്രചരണം നടത്തി വരികയാണ് സ്മൃതി ഇറാനി. ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് തന്നെ ഈ മൂന്ന് ഘട്ടമായി സ്മൃതി ഇറാനി മണ്ഡലത്തിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പേര് റായ്ബറേലി മണ്ഡലത്തിൽ സോണിയാഗാന്ധി 2004 മുതൽ വിജയിക്കുന്ന മണ്ഡലത്തിലേക്കാണ് ഇത്തവണ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കടുത്ത മത്സരത്തിന് തന്നെയാണ് ഇത്തവണ ഉത്തർപ്രദേശിലെ എല്ലാ മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളായ അമേഠിയിലും റായ്ബറേലിയിലും സാക്ഷ്യം വഹിക്കുക എന്ന ഉറപ്പാണ്. അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ ഒരു തന്ത്രം ഇത്തവണ റായ്ബറേലിയിൽ കൂടി നടപ്പാക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. ഇത്തരത്തിൽ കോൺഗ്രസിനെ തുടച്ചു നീക്കുക ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യം BJPക്ക് മുന്നിൽ ഉണ്ട്. കടുത്ത മത്സരത്തിന് ഇത്തവണ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഈ രണ്ട് മണ്ഡലങ്ങളിലും സാക്ഷ്യം വഹിക്കും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. രാഹുൽ ഗാന്ധിയുടെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നുള്ള ചടങ്ങ് മാത്രമാണ് ബാക്കിയുള്ളത്. SKN. ഓക്കെ, യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ നേതാക്കന്മാരുടെ അഭിപ്രായം ഇതിൽ രാഹുൽ ഗാന്ധി തേടിയതായി അറിയാമോ? പ്രത്യേകിച്ച് ടി സിദ്ദിഖ് പോലെയുള്ള ഈ വയനാട്ടിൽ സജീവ നേതാക്കന്മാരുടെ അഭിപ്രായം തീർച്ചയായിട്ടും KC വേണുഗോപാലിൻ്റെ അഭിപ്രായം അദ്ദേഹം തേടിയിട്ടുണ്ടാകും. അതല്ലാതെ നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാരുടെ അഭിപ്രായം തേടിയിരുന്നതായി വിവരമുണ്ടോ രാഹുൽ ഗാന്ധി? SKN, ഈ വിഷയത്തിൽ കേരളത്തിലെ നേതാക്കളുടെ വികാരം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി രാഹുൽ പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആശയക്കുഴപ്പമുണ്ടാവുകയും അവസാന നിമിഷം വരെ ഈ തീരുമാനമെടുക്കാൻ വൈകേണ്ടി വരികയും ചെയ്തത്. രണ്ടിടത്തും വിജയിക്കുകയാണെങ്കിൽ ഏത് ഉപേക്ഷിക്കും, ഏത് നിലനിർത്തും എന്നുള്ളത് ഒരു പ്രശ്നമായി നിലനിന്നു. അമേഠി റായ്ബറേലി മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ പ്രശ്നമാണ് നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലങ്ങൾ എന്നുള്ളത്. എന്നാൽ ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം 2019 സിറ്റിംഗ് മണ്ഡലമായ അമേഠി കൈവിട്ടപ്പോൾ തന്നെ കൈവിടാതെ കാത്ത വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്ത മണ്ഡലമാണ്. തുടർന്നുണ്ടായ പ്രതിസന്ധികൾ ഘട്ടങ്ങളിലെല്ലാം തന്നെ കൂടെ നിന്ന ജനങ്ങളാണ്, വോട്ടർമാരാണ് വയനാട്ടിലേത്. അദ്ദേഹത്തിന്റെ അയോഗ്യത വിഷയം, കേസ് അടക്കമുള്ള ഘട്ടങ്ങളിലെല്ലാം തന്നെ വൈകാരികമായ അടുപ്പം രാഹുൽ ഗാന്ധി സൂക്ഷിച്ചിരുന്നു. ഇതിനോടൊപ്പമാണ് രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി സംസ്ഥാന കോൺഗ്രസിന് ഉണ്ടാകാനുള്ള സാഹചര്യവും അദ്ദേഹം വയനാട് ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്നുള്ളത് കേരളത്തിലെ നേതാക്കളുടെ കൂടി അഭിപ്രായം മാനിച്ചാണ് അദ്ദേഹം പരിഗണിച്ചത്, അത്തരത്തിൽ ചിന്തിച്ചത്. ഈ അമേഠി അല്ലെങ്കിൽ റായ്ബറേലി ഈ മണ്ഡലങ്ങളിൽ ഒന്നിൽ മത്സരിച്ച് വിജയിച്ചു, വയനാട്ടിലും വിജയിക്കുകയാണെങ്കിൽ, വയനാട് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അത് വലിയ തിരിച്ചടികൾക്ക് വഴിവെക്കും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് സംസ്ഥാനത്തു നിന്നുള്ള ചില നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചത്. കാരണം കഴിഞ്ഞ തവണ തന്നെ തുടർഭരണം ഇടതുപക്ഷം നേടിയിരിക്കുന്നു. 2026 വീണ്ടും ഒരു തുടർഭരണത്തിന് പോലും വഴിവെച്ചേക്കും. രാഹുൽ ഗാന്ധിയുടെ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ തവണ വലിയ വിജയം സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് തിരിച്ചടിക്ക് വഴിവെക്കും. അധികാരത്തിൽ നിന്നും കോൺഗ്രസ് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും തുടർച്ചയായി എന്നുള്ള ഇത് ഉൾപ്പെടെ കേരളത്തിൽ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ പരിഗണിച്ചാണ് അദ്ദേഹം തീരുമാനമെടുക്കാൻ വൈകിയത്. നിലവിൽ എന്തായാലും തീരുമാനം എടുത്തിരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് ബ്രേക്കിംഗ് ന്യൂസുമായി മോർണിംഗ് ഷോയിൽ ചേർന്നത്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. വർഷങ്ങളായി അമ്മ പ്രതിനിധീകരിക്കുന്ന, സോണിയാഗാന്ധി പ്രതിനിധീകരിക്കുന്ന മണ്ഡലമായിരുന്നു റായ്ബറേലി തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ വേര് അതിശക്തമാണ്. അവിടെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അതോടെ സ്ഥിരമായി പറയുന്ന ഒരു കാര്യം ഉയർന്നു വരും. 2 മണ്ഡലങ്ങളിലും വിജയിച്ചാൽ രാഹുൽ ഗാന്ധി ഏത് ഉപേക്ഷിക്കും? അത് ഒരു പ്രശ്നം തന്നെയായിരിക്കും. എന്തായാലും അമേഠിയിൽ നെഹ്റു കുടുംബത്തിന് ഏറ്റവും വിശ്വസ്തനായ കിഷോർലാൽ ശർമ്മയായിരിക്കും സ്ഥാനാർത്ഥിയെന്നും അറിയുന്നുണ്ട്.